السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه أجمعين. أما بعد. വിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട ഷാഫിഈ മദ്ഹബിൽ ശക്തിമത്തായ സുന്നത്തായ കർമ്മമാണ് ഉളുഹിയ്യ. ഉളുഹിയ്യത്തിന് ഈ പേര് വരാൻ കാരണം ളുഹാ നിസ്കാരത്തിൻ്റെ സമയം, അതായത് സൂര്യൻ ഉദിച്ച് 7 മുഴം ഉദിച്ചത് മുതൽ ഉച്ചവരെയാണല്ലോ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം. ഈ സമയത്ത് നിർവഹിക്കപ്പെടുന്ന അമലായതുകൊണ്ടാണ് ഇതിന് ഉളുഹിയ്യത്ത് എന്ന് പേര് വരാൻ കാരണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലം മുതൽ തന്നെയാണ് ഉളുഹിയ്യത്ത് സുന്നത്തായി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. തൻ്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്തണമെന്ന നിരന്തരമായ സ്വപ്നത്തെ തുടർന്ന്, ഈ സ്വപ്നം ഇലാഹിൻ്റെ ഭാഗത്തിൽ നിന്ന് ഉള്ള സ്വപ്നമാണെന്ന് മനസ്സിലാക്കിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അദമ്യമായ അള്ളാഹുവിനോടുള്ള സ്നേഹം, ആ സ്നേഹത്തിൻ്റെ മൂർത്തീഭാവമായിരുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് ബലിയർക്കാൻ വേണ്ടി തയ്യാറായി. തൻ്റെ പ്രിയപ്പെട്ട മകനെ ബലിയർക്കുന്നതിന് വേണ്ടിയിട്ട് കമഴ്ത്തി കിടത്തുകയും മൂർച്ചയുള്ള കത്തി കൊണ്ട് പ്രിയപ്പെട്ട മകൻ്റെ കഴുത്തിലേക്ക് അറുക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അറവിന് ആ കത്തിയിൽ നിന്ന് മൂർച്ച കിട്ടാത്തതിനെ തുടർന്ന് അത്ഭുതത്തോടു കൂടി ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന പാറ കഷ്ണത്തിൽ ആ കത്തി കൊണ്ട് വെട്ടിയപ്പോൾ ആ പാറ കഷ്ണം വളരെ പെട്ടെന്ന് തന്നെ 2 വശത്തേക്കത് പീസായി മാറുകയാണ്. ഇത് കണ്ട് അത്ഭുതപ്പെട്ട് വീണ്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ കയ്യിലുള്ള കത്തി പ്രിയപ്പെട്ട മകൻ്റെ കഴുത്തിലേക്ക് വയ്ക്കുമ്പോൾ അറവ് നടത്താൻ കഴിയുന്നില്ല. അപ്പോൾ ആകാശലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നല്ല മുഴുത്ത ഒരാടിനെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും അള്ളാഹു ഇങ്ങനെ ഇബ്രാഹിം നബി അറിയിക്കുകയും ചെയ്തു: അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഅ്യ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. തീർച്ചയായിട്ടും ഇബ്രാഹിം നബിയെ, അങ്ങ് കുട്ടിയെ അറുക്കേണ്ടതില്ല. താങ്കൾ കണ്ട സ്വപ്നം അത് സത്യം തന്നെയായിരുന്നു. നമ്മുടെ ഭാഗത്ത് നിന്നാണ് സ്വപ്നം താങ്കളെ അറിയിച്ചത്, പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള സ്വപ്നമല്ല. അതുകൊണ്ട് താങ്കൾ ഈ കുട്ടിക്ക് പകരമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവരുന്ന സ്വർഗത്തിലെ ആട്, മനോഹരമായ കൊഴുത്ത ആടിനെ അറുക്കുക. തീർച്ചയായിട്ടും ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, നന്മ ചെയ്യുന്നവർക്ക് ഇപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത്, സന്തോഷം നൽകുന്നത് എന്ന് അള്ളാഹു കൽപ്പിക്കുകയും സ്വന്തം പ്രിയപ്പെട്ട രക്തത്തുള്ളിയിൽ പിറന്ന മകനെയോ മകളെയോ റബ്ബിൻ്റെ മാർഗത്തിൽ ബലിയർപ്പണം നടത്തുമ്പോൾ ലഭിക്കുന്ന പ്രതിഫലം ആട്, മാട്, ഒട്ടകത്തിൽ നിന്നുള്ള 2 വയസ്സ് പൂർത്തിയായ ജീവിയെ ബലിയർപ്പണം ഉളുഹിയ്യത്തായി നിയ്യത്ത് ചെയ്ത് അറുത്താൽ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നും, അതല്ലെങ്കിൽ ഒരു മൃഗത്തെ, ഒരു പോത്തിനെ, അതല്ലെങ്കിൽ ഒരു കാളയെ, അതല്ലെങ്കിൽ ഒരു എരുമയെ, അങ്ങനെ ആ വർഗത്തിൽപ്പെട്ട, മാട് വർഗത്തിൽപ്പെട്ട ഒരു ജീവിയെ അറുക്കുമ്പോൾ അറവ് നടത്താൻ സാധ്യമാകുന്നില്ല, സാമ്പത്തികമായ ശേഷിയില്ലെങ്കിൽ 7 പേര് ചേർന്നുകൊണ്ട് തുല്യമായ ഷെയറിലൂടെ 7 പേര് ചേർന്നുകൊണ്ടൊരു മൃഗത്തെ വാങ്ങി അറുത്താലും ഈ പ്രതിഫലം ലഭിക്കുന്നതാണ്. ഉളുഹിയ്യത്തിൻ്റെ പ്രത്യേകത, മറ്റുള്ള അമലുകൾ ചെയ്താൽ അതിൻ്റെ പ്രതിഫലം അത് ചെയ്ത വ്യക്തിക്കാണ്. എന്നാൽ ഉളുഹിയ്യത്തിൻ്റെ പ്രതിഫലം ആ പ്രതിഫലത്തിൽ നിന്നും അദ്ദേഹത്തിന്, ആ ഉളുഹിയ്യത്ത് അറവ് നടത്തുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ആശ്രിതരായ കുടുംബങ്ങൾക്കും ലഭിക്കുന്നതാണെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഉളുഹിയ്യത്ത് കർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയായാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളുടെ ഭാര്യയ്ക്കും സന്താനങ്ങൾക്കും, നിങ്ങൾ ചെലവിനൊടുക്കൽ നിർബന്ധമായ നിങ്ങളുടെ മാതാപിതാക്കൾ, അതുപോലെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളെ ആശ്രിതരായി നിങ്ങളുടെ ചിലവിൽ കഴിയുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം ആ പ്രതിഫലം ലഭിക്കുമെന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നു. ഉളുഹിയ്യത്ത് അറവ് നടത്തിയാൽ ലഭിക്കുന്ന പ്രതിഫലം തീർച്ചയായിട്ടും പിറ്റേ വർഷം ഉളുഹിയ്യത്തിൻ്റെ സമയം വരെയുള്ള എല്ലാ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പകർച്ചവ്യാധികൾ, മാരക രോഗങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, സാമ്പത്തിക നഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, യാതനകൾ, വേദനകൾ, പ്രയാസങ്ങൾ, പരിഭവങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉളുഹിയ്യത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് മാറ്റിത്തരുന്നതാണ്. അതിനാൽ ഉളുഹിയ്യത്ത് എന്ന മഹത്തായ കർമ്മം
നിർവഹിക്കുവാൻ വേണ്ടി എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളും തയ്യാറാകണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ മസ്അലകൾ തൊട്ടടുത്ത വോയിസ് ക്ലിപ്പിലൂടെ നമുക്ക് കേൾക്കാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല ഈ കേട്ടതും പറഞ്ഞതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അൽഹംദുലില്ലാ എന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അള്ളാഹു നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.